റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിൽ വന്നപ്പോൾ തന്റെ ആഡംബര ലിമോസിൻ ഉപേക്ഷിച്ച് നമ്മുടെ പ്രധാനമന്ത്രി മോദിയോടൊപ്പം ഫോർച്യൂണറിൽ കയറി യാത്ര ചെയ്തതൊക്കെ നമ്മൾ കണ്ടതാണ്. അത് ലോകത്തിന് മുന്നിൽ പുടിൻ നൽകിയ ഒരു വലിയ സിഗ്നലായിരുന്നു. ഇന്ത്യ റഷ്യക്ക് എത്രമാത്രം വേണ്ടപ്പെട്ട സുഹൃത്താണോ അത്ര തന്നെ പുടിനും വേണ്ടപ്പെട്ട ഒരു സുഹൃത്താണ് മോദി എന്നത്. റഷ്യ തനിക്ക് എത്രമാത്രം സുരക്ഷിതമാണോ അത്ര തന്നെ സുരക്ഷിതമായി ഇന്ത്യയും അദ്ദേഹം കാണുന്നു എന്നൊരു സിഗ്നൽ. പിന്നീട് മോദിയും പുടിനും ഒരുമിച്ച് ചെലവിട്ട നിമിഷങ്ങളൊക്കെ ലോകമാധ്യമങ്ങൾ തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്ത് നമ്മൾ കണ്ടതാണ്. പക്ഷെ അതിന് പിന്നാലെ തുർക്ക്മെനിസ്ഥാനിൽ നടന്ന മറ്റൊരു അന്താരാഷ്ട്ര വേദിയിൽ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇതേപോലൊരു നിമിഷം കിട്ടാൻ വേണ്ടി നടത്തിയ ഒരു ശ്രമം അതൊരു കൊലച്ചിരിയായി മാറി. ഡിസംബർ 12 അഷ്ഗാബത്തിലെ ഒരു പ്രധാന വേദി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷരീഫ് റഷ്യൻ പ്രസിഡന്റ് പുടിനുമായി ഒരു ഉഭയകക്ഷി ചർച്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. നയതന്ത്ര ലോകത്ത് ഇതൊക്കെ സാധാരണമാണ്. പക്ഷെ എത്ര നേരം? ഏകദേശം 40 മിനിറ്റ് കാത്തിരുന്ന് ഷെരീഫിന് ക്ഷമ നശിച്ചു. അങ്ങനെ വിദേശകാര്യ മന്ത്രിയും കൂട്ടി അദ്ദേഹം നേരെ പോയത് എവിടേക്കാണെന്ന് അറിയാമോ? പുടിനും തുർക്കി പ്രസിഡന്റ് എർദോഗാനും തമ്മിൽ നടന്നുകൊണ്ടിരുന്ന അടച്ചിട്ട ഒരു രഹസ്യ ചർച്ചയുടെ റൂമിലേക്ക്. അതെ, അക്ഷരാർത്ഥത്തിൽ അദ്ദേഹം ആ വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കയറി ചെന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ലോക നേതാക്കൾ വളരെ ഗൗരവമായ ചർച്ചകൾ നടത്തുമ്പോൾ മറ്റൊരു രാഷ്ട്രത്തലവൻ ക്ഷണിക്കപ്പെടാതെ അങ്ങോട്ട് കയറി ചെല്ലുന്നത്. ഷെരീഫ് അവിടെ ഒരു 10 മിനിറ്റ് നേരം നിന്നു. എന്തിനോ വേണ്ടി ശ്രമിച്ചു മുറിക്കുള്ളിൽ. പക്ഷേ അവസാനം അദ്ദേഹത്തിനോട് പുറത്തുപോയി വെയിറ്റ് ചെയ്യാൻ പറഞ്ഞതോടെ അവിടെ നിന്ന് ഇളിഭ്യനായി ഇറങ്ങി. ഒടുവിൽ ഷെരീഫിന് ആരും ശ്രദ്ധിക്കാതെ മടങ്ങേണ്ടി വന്നു. ഈ രംഗം വീഡിയോയിൽ പതിഞ്ഞു. അത് വൈറലായി. പിന്നെ സോഷ്യൽ മീഡിയയിൽ ആഘോഷരാവായിരുന്നു. ചില ആളുകൾ ഇതിനെ നയതന്ത്രപരമായ അബദ്ധം എന്നൊക്കെ പറഞ്ഞ് മാന്യമായി വിമർശിച്ചുവെങ്കിലും വിളിക്കാത്ത യോഗത്തിന് വാതിൽ തള്ളിക്കയറി ചെല്ലുന്നതാണോ പാകിസ്ഥാൻ വിദേശ നയം എന്നൊക്കെ അറഞ്ചം പുറഞ്ചം വിമർശിക്കുകയായിരുന്നു. വ്ളാഡിമിർ പുടിൻ സ്വന്തം കാറിൽ കൊണ്ടുപോകാൻ വേണ്ടി 10 മിനിറ്റ് നേരം കാത്തു നിൽക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രി എവിടെ കിടക്കുന്നു? 40 മിനിറ്റ് കാത്തിരുന്നിട്ടും അവസാനം പുടിന്റെ ശ്രദ്ധ കിട്ടാൻ വാതിൽ തള്ളി തുറക്കേണ്ടി വരുന്ന തെമ്മാടി രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രി എവിടെ കിടക്കുന്നു? നയതന്ത്രം പ്രൗഢിയെയാണ് അംഗീകരിക്കുന്നത്, അല്ലാതെ പരവേശത്തിനെയല്ല. ലോകവേദിയിൽ ശക്തമായ നിമിഷങ്ങൾ കിട്ടാൻ വേണ്ടി ഒരു രാഷ്ട്രത്തലവൻ ഓടി നടക്കേണ്ടതില്ല. തലവൻ ശക്തനാണെങ്കിൽ ആ നിമിഷങ്ങൾ അയാളെ തേടിയെത്തിക്കോളും. ന്യൂസ് ഡെസ്ക്.